പരീക്ഷണങ്ങൾ എന്നാൽ മണ്ടത്തരത്തിനും വിജയത്തിനുമിടയിലുള്ള ഒരു നൂൽപ്പാലമാണ്. പരീക്ഷണങ്ങൾ വിജയിച്ചാൽ കാലങ്ങൾ ഓർക്കുന്ന സാഹസികത, തോറ്റാൽ അത് വലിയ ഭൂലോക മണ്ടത്തരവും. ചിലത് വിജയിക്കും, ചിലത് പരാജയപ്പെടും. ചിലത് പരാജയപ്പെട്ടാലും പിൽക്കാലത്ത് ഒരു മാതൃകയായി നിലനിൽക്കും. അത്തരമൊന്ന് മലയാള സിനിമാ രംഗത്തും ഉണ്ടായിട്ടുണ്ട്. പലരും ചെയ്യാൻ മടിക്കുന്ന വളരെ വിഷമം പിടിച്ചൊരു പരീക്ഷണം. 29 വർഷങ്ങൾക്ക് മുമ്പ് CGIയും VFXും എന്തിന് കമ്പ്യൂട്ടർ സാങ്കേതികത പോലും ഇന്ത്യയിൽ കേട്ടുകേൾവിയില്ലാത്ത കാലത്ത് 93-ൽ മലയാളത്തിലിറങ്ങിയ ഏഷ്യയിലെ ആദ്യത്തെ സെൽ ആനിമേറ്റഡ് മൂവിയാണ് ഓ ഫാബി. ഹരിഹരന്റെ സംവിധാന സഹായവും പാവക്കൂത്ത്, തക്ഷശില എന്നീ സിനിമകളുടെ സംവിധായകനുമായ K. ശ്രീകുട്ടൻ എന്ന ശ്രീകുമാർ കൃഷ്ണൻ നായരാണ് സംവിധാനം ചെയ്തത് ഈ സിനിമ. 1988-ൽ ഇറങ്ങിയ ഹൂ ഫ്രെയിംഡ് റോഗർ റാബിറ്റ് കണ്ട് ഇൻസ്പയർഡ് ആയാണ് ഈ സിനിമ K. ശ്രീകുട്ടൻ സംവിധാനം ചെയ്തത്. സൈമൺ തരകനാണ് ഈ സിനിമയുടെ നിർമ്മാതാവും തിരക്കഥാകൃത്തും. സാൻഡി എന്ന ചെറുപ്പക്കാരനും ഫാബി എന്ന അമാനുഷിക മനുഷ്യനും തമ്മിലുള്ള സൗഹൃദമാണ് സിനിമയുടെ കാതൽ. ചിത്രത്തിന്റെ തിരക്കഥാകൃത്തും നിർമ്മാതാവുമായ സൈമൺ തരകന്റെ മകനായ റൂക്ക് തരകനാണ് ചിത്രത്തിലെ കേന്ദ്ര കഥാപാത്രമായ സാൻഡി അവതരിപ്പിച്ചിരിക്കുന്നത്. ഓ ഫാബിയുടെ ബോഡി ഡബിളായി വേഷമിട്ടത് മേള എന്ന സിനിമയിലൂടെ മലയാള പ്രേക്ഷകർക്കിടയിൽ ശ്രദ്ധേയനായ മേള രഘു എന്നറിയപ്പെട്ട പുതുവേലിൽ ശശിധരനാണ്. ഇന്ത്യൻ ആനിമേഷന്റെ പിതാവെന്നറിയപ്പെടുന്ന റാം മോഹനാണ് ഈ സിനിമയുടെ ആനിമേഷൻ സംവിധാനം ചെയ്തത്. 1.4 കോടി രൂപയുടെ ചിലവിലാണ് ഓ ഫാബി പുറത്തിറങ്ങിയത്. പക്ഷേ ബോക്സ് ഓഫീസിൽ കാര്യമായ ചലനങ്ങൾ ഒന്നും ഉണ്ടാക്കാൻ ഈ സിനിമയ്ക്ക് സാധിച്ചില്ല. ഇന്ന് പലപ്പോഴും ബഡ്ജറ്റ് മത്സരങ്ങളിൽപ്പെട്ട് മലയാള സിനിമകൾ പിന്നോട്ടു പോകുന്നുവെന്നും മലയാള സിനിമയിൽ സാങ്കേതികത കുറവാണെന്നും പരിതപിക്കുമ്പോൾ ഓർക്കുക, നമുക്ക് ഒരു ഭൂതകാലം ഉണ്ടായിരുന്നു. മൈ ഡിയർ കുട്ടിച്ചാത്തനും ഓ ഫാബിയും തന്ന ഇന്നും മലയാള സിനിമയെ മുൻപിലേക്ക് കുതിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു ഭൂതകാലം.